ഫുഡ് ഡെലിവറി ജീവനക്കാരനായ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. ഭാര്യയും ഭാര്യാമാതാവും അടക്കം 6 പേർ അറസ്റ്റിൽ. അശോക് നഗറിൽ 7-ാം അവന്യൂവിലെ LIG ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന കൈലയരസൻ കൊല്ലപ്പെട്ട കേസിലാണ് ഇയാളുടെ ഭാര്യ തമിഴ് രസിയെയും ഭാര്യാമാതാവ് ശാന്തിയെയും അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഭാര്യയുടെ ബന്ധുക്കളായ 4 യുവാക്കൾ പിടിയിലായിരുന്നു. 1.5 വർഷമായി വേർപിരിഞ്ഞ് താമസിച്ചിരുന്ന കലയരസൻ ഇടയ്ക്കിടെ ഭാര്യ വീട്ടിലെത്തി ബഹളമുണ്ടാക്കിയിരുന്നു. തുടർന്നാണ് കൊലപാതകത്തിന് ആസൂത്രണം ചെയ്തത്. പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി നിരവധി തവണ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ 3 പേർ അറസ്റ്റിൽ. പത്തനംതിട്ടയിലെ സീതത്തോടാണ് സംഭവം. 3 കേസുകളിലായാണ് 3 യുവാക്കളെ ചിറ്റാർ പോലീസ് പിടികൂടിയത്. ചിറ്റാർ സീതത്തോട് സ്വദേശി 19-കാരൻ മിഥുൻ, സീതത്തോട് പള്ളിവാതുക്കൽ വീട്ടിൽ 34-കാരൻ സജു പി ജോൺ, സീതത്തോട് ഭയങ്കരാമുടി ദീപു ഭവനത്തിൽ 23-കാരൻ ദിബിൻ എന്നിവരാണ് പിടിയിലായത്. വിവാഹ വാഗ്ദാനം നൽകി 2024 ഏപ്രിൽ 1-നും 2025 ജനുവരി 31-നും ഇടയിലുള്ള മാസങ്ങളിൽ രാത്രി 12 മണിക്ക് ശേഷം ഫോണിൽ വിളിച്ചു വരുത്തി പെൺകുട്ടിയുടെ വീടിന് അടുത്തുള്ള മറ്റൊരു വീട്ടിലെത്തിച്ച് മിഥുൻ നിരന്തരം ലൈംഗിക പീഡനം നടത്തുകയായിരുന്നു. 2025 ജൂൺ 25-ന് പെൺകുട്ടി പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തി പീഡന വിവരം അറിയിച്ചു. അവിടെ നിന്നാണ് കേസ് ചിറ്റാർ പോലീസിന് കൈമാറിയത്. അപ്പോഴാണ് പ്രായപൂർത്തിയായതിനു ശേഷം വ്യത്യസ്ത കാലയളവുകളിൽ 2 പേർ കൂടി തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് സജു പി ജോൺ, ദിബിൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത്. ശരീരത്തിൽ സിറിഞ്ച് കുത്തിവെച്ച നിലയിൽ ദമ്പതിമാർ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. ഈരാറ്റുപേട്ട പനക്കപ്പാലത്താണ് ദമ്പതിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാമപുരം സ്വദേശി വിഷ്ണു, ഭാര്യ രശ്മി എന്നിവരാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് 2 പേരെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരത്തിൽ മരുന്ന് കുത്തിവെച്ച് ഇരുവരും ജീവനൊടുക്കിയെന്നാണ് പ്രാഥമിക നിഗമനം. ഇവരുടെ ശരീരത്തിൽ നിന്ന് സിറിഞ്ച് കുത്തിവെച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈരാറ്റുപേട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടാണ് രശ്മി. ചോക്ലേറ്റ് വാങ്ങാൻ പണം ചോദിച്ചതിന് അച്ഛൻ 4 വയസ്സുകാരിയെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തി. മഹാരാഷ്ട്രയിലാണ് സംഭവം. പിതാവ് ബാലാജി റത്തോടെയാണ് മകൾ ആരുഷിയെ കൊലപ്പെടുത്തിയത്. ചോക്ലേറ്റ് വാങ്ങാൻ അച്ഛനോട് പണം ചോദിച്ച ദേഷ്യത്തിൽ ഇയാൾ മകളെ സാരി ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മദ്യത്തിന് അടിമയായ ഇയാൾ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായതോടെ ഭാര്യ വർഷ സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടമ്മയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്താണ് അറസ്റ്റിലായത്. വലപ്പാട് സ്വദേശിന് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. അതേസമയം പരാതി വ്യാജമാണെന്നും ഫോണിലൂടെയുള്ള പരിചയം മാത്രമാണുള്ളതെന്നും 2 വർഷമായി പരാതിക്കാരി ജസീലിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണെന്നും കുടുംബവും സുഹൃത്തുക്കളും പറയുന്നു. മാലിന്യ ലോറിയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ 33-കാരൻ അറസ്റ്റിൽ. ബംഗളൂരുവിലാണ് സംഭവം. അസമിൽ നിന്നുള്ള ഷംസുദ്ദീൻ ആണ് ആശ എന്ന ലിവിൻ പങ്കാളിയെ കൊലപ്പെടുത്തിയത്. മൃതദേഹം മാലിന്യ ട്രക്കിൽ തള്ളുകയായിരുന്നു. ആശയും ഷംസുദ്ദീനും 18 മാസത്തിലേറെയായി പ്രണയത്തിലായിരുന്നു. 4 മാസം മുമ്പാണ് ഇവർ ഒരുമിച്ച് താമസം തുടങ്ങിയത്. ഒരു ഹൗസ് കീപ്പിംഗ് മെറ്റീരിയൽസ് കമ്പനിയിലാണ് ഇരുവരും ജോലി ചെയ്തിരുന്നത്. രാത്രി വൈകിയും നിരവധി ഫോൺ കോളുകൾ ആശയ്ക്ക് വന്നിരുന്നു. ഇതിനെപ്പറ്റിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തുടർന്ന് ഷംസുദ്ദീൻ മൃതദേഹം ഒരു ബാഗിൽ നിറച്ച് ബൈക്കിൽ ഏകദേശം 20 കിലോമീറ്റർ കൊണ്ടുപോയി മാലിന്യ വാഹനത്തിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ട്രക്കിന്റെ പിൻഭാഗത്തെ ലിഫ്റ്റിൽ കാലുകൾ കഴുത്തിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്.